കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ സമിതിയെ നിയോഗിച്ചു. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 7 അംഗ സമിതിയാണ് നിയോഗിച്ചത്. കപ്പൽ അപകടത്തിന്റെ പ്രത്യാഘാതം പഠിക്കാൻ പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയെ പ്രിൻസിപ്പൽ ഇംപാക്ട് ഓഫീസറായി നിയമിച്ചു. മലിനീകരണ നിയന്ത്രണത്തിനായി സംസ്ഥാന ജില്ലാതല സമിതികൾക്കും രൂപം നൽകി. കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ സുപ്രധാനമായ 3 ഉത്തരവുകൾ. KR സാജു ഉണ്ട്. സാജു, എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ജീന, കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 4 ഉത്തരവുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കപ്പൽ കമ്പനിയായ MSC എൽസയുടെ ഷിപ്പിംഗ് കമ്പനിയുമായി നെഗോസിയേഷൻ നടത്താനായി ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. ധനകാര്യ വകുപ്പ് സെക്രട്ടറിയായ ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നയിക്കുന്ന 7 അംഗ സംഘമാണുള്ളത്. ഇതിനകത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കപ്പൽ കമ്പനിയുമായി നേരിട്ട് സംസാരിക്കുന്ന നോഡൽ ഓഫീസറായി മെമ്പർ സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന് ഈ കപ്പൽ അപകടം നഷ്ടമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് അതൊരു സംസ്ഥാന ദുരന്തമായി നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. പാരിസ്ഥിതികവും അതുപോലെ സാമ്പത്തികവും സാമൂഹികവുമായ നഷ്ടങ്ങളാണ് സംസ്ഥാനത്തിനുണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്നും ഒരു പാക്കേജ് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതുണ്ട് നഷ്ടപരിഹാരമായിട്ട്. കാരണം പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും മറ്റും മറികടക്കുന്നതിന് സംസ്ഥാനത്തിന് ചെലവ് വരുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു നെഗോസിയേഷനാണ് ആ കപ്പൽ കമ്പനിയുമായി നടക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് നെഗോസിയേഷനായി ഒരു പ്രത്യേക സമിതിയെ 7 അംഗ സമിതിയെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു 7 അംഗ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു 3 ഉത്തരവുകളുണ്ട്. ഒന്ന്, ഇമ്പാക്ട് അസസ്മെന്റ് നടത്താനുള്ള ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഉള്ള ഉത്തരവാണ്. അതായത് പാരിസ്ഥിതികമായ ആഘാതങ്ങൾ പഠിക്കാനുള്ള ഒരു സമിതിയാണ്. ഇതിന് സ്പെഷ്യൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് പ്രിൻസിപ്പൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അതിനകത്ത് ഒന്ന് പ്രധാനപ്പെട്ടതായി ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ നഷ്ടം പഠിക്കാനായി, അതായത് പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവുമായി നഷ്ടങ്ങൾ പഠിക്കാനായി 2 തല സമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സമിതിയും മറ്റൊന്ന് ഇതിന്റെ തീരപ്രദേശങ്ങളിൽ വരുന്ന കണ്ടെയ്നറുകളും മറ്റും അടിഞ്ഞുകൂടിയ ജില്ലകളിൽ രൂപീകരിക്കുന്ന ജില്ലാതല സമിതികളും സംബന്ധിച്ച ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഒപ്പം തന്നെ ഇതിനെല്ലാം പുറമെയാണ് ഒരു അഡ്വൈസറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ പുറത്തിറക്കുന്നത്. ഇതെല്ലാം അത് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിയാണ് പ്രിൻസിപ്പൽ അഡ്വൈസറായി എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കപ്പൽ അപകടത്തിലാണ് ഇപ്പോൾ ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ചയ്ക്ക് സമിതി നിയോഗിച്ചിരിക്കുന്നത്.